ഓർമ്മയിൽ എന്നും നീയുണ്ടാകും. നമ്മൾ പലരോടും ഇങ്ങനെ പറഞ്ഞിരിക്കാം, പലരും നമ്മളോടും പറഞ്ഞിരിക്കാം. ഒരു ഓർമ്മ ദിനത്തിന്റെ കഥയാണിത്. കൊമ്പൻ മീശ. നേർത്ത ആ മീശ മുകളിലേക്ക് നീട്ടി വളച്ചു വെച്ചിരിക്കുന്നു. വരച്ചു വെച്ചതുപോലെ ഒരു നേർത്ത താടി, ചുളിഞ്ഞ പുരികക്കൊടികൾ, ചുവന്ന കവിളുകൾ, ചിരിവിടർന്ന മുഖം. ഇതൊരു മുഖംമൂടിയാണ്. 1980 വി ഫോർ വെൻഡേറ്റ കോമിക്കിനു വേണ്ടി ഡേവിഡ് ലോഡ്സ് ആണ് ഈ മുഖംമൂടി വരച്ചത്. 2005 ഈ മുഖംമൂടി ഇതേ പേരിൽ സിനിമയായി തിരശീലയിലെത്തി. ഇനി ആരാണ് ഈ മുഖംമൂടി എന്ന് നോക്കാം. അത് ചരിത്രമാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടനിൽ ഭരണകേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്താനും ഭരണം പിടിച്ചെടുക്കാനും ഒരു കൂട്ടർ ശ്രമിച്ചു. വലിയ തയ്യാറെടുപ്പുകൾ അതീവ രഹസ്യമായി നടന്നു. വലിയ തോതിൽ വെടിമരുന്നുകൾ ശേഖരിക്കപ്പെട്ടു. പക്ഷേ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. അവരുടെ തന്ത്രങ്ങൾ ഭരണകേന്ദ്രങ്ങളിൽ ചോർന്നെത്തി. കലാപകാരികളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മാത്രം പിടിയിലാവുകയും ചെയ്തു. വെടിമരുന്ന് ശാലയുടെ സംരക്ഷകനായിരുന്ന ഗൈ ഫോക്സ്. തുടർന്ന് നടന്ന നടപടികളിൽ കലാപകാരികൾ അടിച്ചമർത്തപ്പെട്ടു. കുറേയേറെ ആളുകൾ വധിക്കപ്പെട്ടു. കൂട്ടത്തിൽ കലാപത്തിന് നേതൃത്വം നൽകിയ റോബർട്ട് ഗാറ്റ്സ്ബിയും കൊല്ലപ്പെട്ടു. പിടിയിലകപ്പെട്ട ഗൈ ഫോക്സ് വധശിക്ഷയ്ക്ക് വിധേയനായി. കലാപത്തിൽ നിന്നും രാജാവ് രക്ഷപ്പെട്ട ഓർമ്മയ്ക്ക് 1606 മുതൽ ഗൈ ഫോക്സ് പിടിക്കപ്പെട്ട നവംബർ 5 ഗൈ ഫോക്സ് ദിനമായി ആചരിക്കപ്പെട്ടു. അന്നേ ദിവസം ഗൈ ഫോക്സ് രൂപമുണ്ടാക്കി ആചാരപരമായി കത്തിക്കും. നേതൃത്വം നൽകിയവരെക്കാൾ ഗൈ ഫോക്സ് ചരിത്രത്തിൽ ഇടം നേടി. മാത്രമല്ല, ഇപ്പോഴും ഓർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരാൾ ഓർക്കപ്പെടുന്നത് 2 വിധത്തിലായിരിക്കും: അയാളുടെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും. മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ ഇടം കണ്ടെത്തുന്നതും നന്മയിലൂടെ ആകട്ടെ. ശുഭദിനം.